എഫേസിയർ 4 പോൾ വിശ്വാസികളെ ക്രിസ്തുവിൽ ഉള്ള പുതിയ ജീവിതത്തോട് എങ്ങനെ ജീവിക്കണം എന്ന് ഉപദേശിക്കുന്നു. ജനതകൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ചു നടക്കുന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. മുമ്പിലത്തെ നടപ്പ് പോലെ ചതിമോഹങ്ങളാൽ വഷളായിപ്പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ പോലെ നടക്കേണം. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിരിക്കുന്നതിനാൽ ആ പഴയ ജീവിതത്തിൽ നിന്നു അവർ ഇനി ജീവിക്കരുത്. അവർ അവരുടെ പഴയ സ്വഭാവത്തെ വിട്ടുമാറണം. കപടമായ ആഗ്രഹങ്ങളാൽ മലിനമായിരിക്കാതെ അവരുടെയും മനസ്സിന്റെ ചിന്തകൾ പുതുക്കപ്പെടണം. പകരം ദൈവത്തിന്റെ സത്യമായ നീതിയും പരിശുദ്ധിയും ഉള്ള പുതിയ മനുഷ്യൻ ആയി ദൈവത്തിന് അനുസരിച്ചുള്ള ജീവിതം സ്വീകരിക്കണം. അതിനുശേഷം പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നവരെ എങ്ങനെ നിത്യജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് വിശദീകരിക്കുന്നു. ഒരാൾ മറ്റൊരാളോട് സത്യമായത് സംസാരിക്കണം. കോപിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കുവിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് അവസരം കൊടുക്കരുത്. പകരം വിശ്വസ്തമായി ജോലി ചെയ്യാനും മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കാനും അവരുടെ വാക്കുകൾ ഉപയോഗിക്കുക. പോൾ അവരോട് ദോഷം, കോപം, പ്രകോപനം എന്നിവയെ ഇല്ലാതാക്കുകയും യേശുവിനെ പോലെ ഒരുത്തനെയും ക്ഷമിക്കുകയും ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഈ അധ്യായം ക്രിസ്തുവിൽ ആയിരിക്കാൻ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആവിഷ്കരിക്കുന്നു. അവർ ദൈവത്തിന്റെ സ്നേഹത്തെയും വിശുദ്ധിയെയും അവരുടെ പ്രവർത്തനങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രകടിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.